ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തെലുങ്കിൽ ഈ വർഷം പുറത്തിറങ്ങിയ താങ്ക് യു ഡിയർ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു സൂപ്പർ ക്രൈം ത്രില്ലർ സിനിമയാണെന്ന് പറയാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഈ കഥയിൽ അവർ വെച്ചിട്ടുണ്ട്. ആദ്യം ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രിയിൽ മുഖമെല്ലാം മൂടിയ ഒരു പെൺകുട്ടി റോഡിൽ കാത്തു നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ആ പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു. അവൻ ലിഫ്റ്റ് കൊടുത്ത ആ പെൺകുട്ടിയാണ് തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് അവന് സംശയം തോന്നുന്നു. കാരണം ആ പെൺകുട്ടി കാണപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം കൊലപാതകങ്ങൾ നടക്കുന്നു. ആ പെൺകുട്ടി തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നും നമ്മൾ അറിയാതെ അവളെ രക്ഷിക്കുകയാണ് ചെയ്തതെന്നും ഹീറോ ചിന്തിക്കുന്നു. സത്യത്തിൽ ആ കൊലപാതകത്തിൽ ഈ പെൺകുട്ടിക്ക് പങ്കുണ്ടോ, അതോ ഈ പെൺകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും ആണോ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഈ സിനിമയുടെ കഥ. കഥയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രാത്രി സമയം പ്രിയ എന്നൊരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. വളരെ ഭയത്തോടെയാണ് അവൾ നിൽക്കുന്നത്. നന്നായി വിയർക്കുന്നുണ്ട്. ആ സമയം ഒരു ജീപ്പിൽ കുറെ പയ്യന്മാർ അവിടേക്ക് വരുന്നു. അവരെല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. അവർ ഈ പെൺകുട്ടിയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പെൺകുട്ടി ആകെ ഭയന്നിരിക്കുകയാണ്. എന്നാൽ അവർ കളിയാക്കിയ ശേഷം മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം സത്യ എന്നൊരാൾ ബൈക്കിൽ ആ വഴി വരുന്നു. ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് അവൻ വണ്ടി നിർത്തി ഫോണിൽ സംസാരിക്കുന്നു. ആ പെൺകുട്ടി അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനും ആ പെൺകുട്ടിയെ നോക്കുന്നു. അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവൻ പോകാനായി വണ്ടി എടുക്കുമ്പോൾ ആ പെൺകുട്ടി നിൽക്കുക എന്ന് പറയുന്നു. ലിഫ്റ്റ് തരാൻ പറ്റുമോ, ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു എന്ന് അവൾ ചോദിച്ചു. ശരി, കയറിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ ബൈക്കിൽ കയറ്റുന്നു. അവളുടെ വീട് അടുത്തുള്ള ഒരു ഏരിയയിലാണ്. ഒരു ഇടവഴിയുടെ അടുത്ത് എത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞ് അവൾ ഇറങ്ങുന്നു. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറഞ്ഞെങ്കിലും വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് അവൾ പറയുന്നുണ്ട്. അവന് ആ പെൺകുട്ടിയോട് ഇനിയും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആ പെൺകുട്ടി നന്ദി പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. പോകുമ്പോഴും അവളുടെ കണ്ണുകളെ തന്നെ അവൻ നോക്കി നിന്നു. നമ്മുടെ ഹീറോ സത്യ ഒരു വലിയ ഡയറക്ടറുടെ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ്. പെട്ടെന്നൊരു ഡയറക്ടർ ആകണമെന്ന ആഗ്രഹത്തിലാണ് അവൻ. മറ്റൊരു ദിവസം ഫ്രണ്ടിനെയും കൂട്ടി അവൻ അതേ സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. ആ പെൺകുട്ടി വീണ്ടും വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനാണ്. അപ്പോൾ റൗണ്ട്സിന് വന്ന പോലീസ് ഈ നേരത്തെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഹീറോ രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞു. താൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ഡയറക്ടർ വരാൻ പറഞ്ഞെന്നും സംസാരിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, പോവാൻ നോക്ക് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. കാരണം കുറച്ച് ദിവസം മുമ്പ് അടുത്തൊരിടത്ത് ഒരു കൊലപാതകം നടന്നു. മുഖം മറച്ചൊരു പെൺകുട്ടിയാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കൊലപാതകം കൂടി നടന്നതായി വിവരം കിട്ടുന്നു. സർ, അതും ആ പെൺകുട്ടി തന്നെയാകും ചെയ്തത്. CCTV-യിൽ ഒരു പെൺകുട്ടി പോകുന്നത് പതിഞ്ഞിട്ടുണ്ട് എന്നവർ സംസാരിക്കുന്നു. ഹീറോയും ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നു. ഹീറോ ഫ്രണ്ടിനോട് ആ കേസിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. ആ ഫ്രണ്ട് ഒരു കോൺസ്റ്റബിളിനോട് ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് അവൻ ഹീറോയോട് പറയുന്നു. മച്ചാനെ, നീ എന്നാണോ ആ പെൺകുട്ടിയെ കണ്ടത് അന്ന് തന്നെയാണ് അടുത്ത കൊലപാതകം നടന്നത്. ആ പെൺകുട്ടിയാണ് അത് ചെയ്തത്. രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ ഉപയോഗിച്ചതാണ്. എന്താണ് നീ പറയുന്നത്? അപ്പോൾ അവൾ കൊലയാളിയാണോ എന്ന് ഹീറോ ഷോക്കാവുന്നു. അതുപോലെ നീ അവൾക്ക് വേണ്ടി കാത്തു നിന്നപ്പോഴും ഒരു കൊലപാതകം നടന്നില്ലേ? സമീപത്ത് 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കൊലയാളിയാണ് നീ ആളറിയാതെ ലിഫ്റ്റ് കൊടുത്തത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് ഫ്രണ്ട് പറയുന്നു. ഫ്രണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഒരു പോലീസ് അവരുടെ വീട്ടിലേക്ക് വരുന്നത് കാണുന്നു. ഒരു കോൺസ്റ്റബിളിനെ പോലെ തോന്നുന്നു. എന്തിനാണ് ഇയാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് രണ്ടുപേരും ഭയക്കുന്നു. മച്ചാനെ, നീ ലിഫ്റ്റ് കൊടുത്തത് CCTV-യിൽ കണ്ടിട്ടുണ്ടാവും, അതിനാണ് വരുന്നത് എന്ന് ഫ്രണ്ട് പറയുന്നു. അയ്യോ, നമ്മൾ പെട്ടോ എന്ന് ഹീറോ ഭയക്കുന്നു. എന്നാൽ ആ കോൺസ്റ്റബിൾ അടുത്ത് വന്നു. സാർ, പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. വെരിഫിക്കേഷൻ വന്ന ആളെ കണ്ടിട്ടാണോ നമ്മൾ പേടിച്ചത് എന്ന് ഹീറോ ചിന്തിക്കുന്നു. മറ്റൊരു ദിവസം ഹീറോ ആ പെൺകുട്ടിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ അവന്റെ പുറകിൽ തട്ടി വിളിക്കുന്നു. എന്താ, എന്നെയാണോ തിരയുന്നത് എന്ന് ചോദിക്കുന്നു. അവൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നെയാണ് തിരക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൾ പറഞ്ഞു. അതെ എന്ന് അവനും സമ്മതിച്ചു. സത്യത്തിൽ ഞാനൊരു ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആണ്. അദ്ദേഹം ഒരു ഹീറോയിനെ തിരയുന്നുണ്ട്. നിങ്ങളെ കാണാൻ സുന്ദരിയാണല്ലോ, അപ്പോൾ നിങ്ങളുടെ പേര് റെഫർ ചെയ്യാമെന്ന് കരുതി എന്ന് അവൻ പറഞ്ഞു. എന്റെ മുഖം പോലും കണ്ടില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ സുന്ദരിയാണെന്ന് എങ്ങനെ പറയും? ഒരുപക്ഷെ ഞാൻ സുന്ദരി അല്ലെങ്കിലോ എന്ന് അവൾ ചോദിച്ചു. ഏയ്, കണ്ണ് കണ്ടാൽ അറിയില്ലേ, നിങ്ങൾ സുന്ദരി തന്നെയായിരിക്കും. എനിക്ക് നിങ്ങളുടെ മുഖം കാണണം എന്ന് അവൻ ആവശ്യപ്പെട്ടു. വൈകുന്നേരം പാർക്കിലേക്ക് വാ, എന്നെ പോലെ മുഖം മറിച്ച് ഒരുപാട് പേര് അവിടെ വരും. അതിൽ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക, അപ്പോൾ ഞാൻ മുഖം കാണിക്കാം എന്നവൾ പറയുന്നു. അവനും ആ ഡീൽ സമ്മതിച്ചു. അവർ പറഞ്ഞ പോലെ വൈകുന്നേരം അവൻ പാർക്കിലെത്തി. ഡാ, ഇവിടെ നോക്ക്, എല്ലാവരും മുഖം മറിച്ചിരിക്കുന്നു. ഇതിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഫ്രണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ഓരോരോ പെൺകുട്ടികളായി നോക്കാൻ പോകുന്നു. വരുന്ന എല്ലാ പെൺകുട്ടികളെയും അവൻ തുറിച്ചു നോക്കുന്നു. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് കരുതി പെൺകുട്ടികൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സിറ്റിയിൽ അടുത്ത ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നു. എല്ലാവരും വലിയ വീട്ടിലെ പയ്യന്മാരാണ്. ഇതെല്ലാം ഒരു പെൺകുട്ടിയാണ് ചെയ്യുന്നതെന്ന് സംശയിക്കുന്നു. വേഗം കണ്ടുപിടിക്കും എന്നൊക്കെ ഇൻസ്പെക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഒരു പ്രൊഡ്യൂസറുടെ വേണ്ടപ്പെട്ട ഒരാളോട് കഥ പറഞ്ഞിരുന്നു. അയാൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. നീ വിഷമിക്കേണ്ട തമ്പി, ഞാൻ പ്രൊഡ്യൂസറോട് സംസാരിക്കാം, എങ്ങനെയെങ്കിലും ഇത് ഓക്കെ ആക്കാം എന്ന് അയാൾ പറയുന്നു.
ഹീറോ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഒരു പെൺകുട്ടി നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. ഹീറോ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അവളായിരുന്നു, അതായത് മുഖം മറച്ച ആ പെൺകുട്ടി. അവനും വേഗത്തിൽ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പാർക്കിൽ വന്നിരുന്നു, എന്താ എന്നെ കണ്ടുപിടിക്കാഞ്ഞത് എന്ന് അവൾ ചോദിച്ചു. നിങ്ങൾ പാർക്കിൽ വന്നോ? നോണ പറയണ്ട, നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും കണ്ടുപിടിച്ചേനെ. നിങ്ങളുടെ കണ്ണ് കണ്ടാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും എന്നവൻ പറയുന്നു. അവൾ സത്യത്തിൽ പാർക്കിൽ വന്നിട്ടില്ല, പക്ഷെ അവനോട് വന്നു എന്ന് നുണ പറയുകയാണ്. ശരി, എനിക്ക് സമയമായി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ പോകാൻ തുടങ്ങി. അവൾ നടന്നു പോകുമ്പോൾ അവൻ ഐ ലവ് യു എന്ന് പറയുന്നു. അത് കേട്ട് അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് പോയി. അയ്യോ, ദേഷ്യപ്പെട്ടു പോയല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. എന്നാൽ പോയ അവൾ വാതിൽ തുറന്ന് തിരികെ വന്നു. അവസാനം വരെ ഇതേ സ്നേഹത്തോടെ എന്നെ നോക്കുമോ എന്ന് ചോദിക്കുന്നു. ഉറപ്പായും നോക്കുമെന്ന് പറഞ്ഞ് അവൻ മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടിയും തന്റെ മുഖം തുറന്നു കാണിക്കുന്നു. ഹീറോയുടെ സുഹൃത്തുക്കളെല്ലാം സിനിമാക്കാരാണ്. ഹീറോയുടെ ഫ്രണ്ട് ഹീറോയിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നെ തന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ലിഫ്റ്റ് തന്നാണല്ലോ നിങ്ങൾ പരിചയപ്പെട്ടത്. ആ ഭാഗത്ത് അന്ന് കൊലപാതകം നടന്നു. രണ്ടാമതും നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുമ്പോഴും കൊലപാതകം നടന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ അതിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു. അവളും ഒന്നും മടിച്ചു. അതെ, ആ കൊലപാതകവുമായി എനിക്ക് ബന്ധമുണ്ട് എന്നവൾ പറഞ്ഞു തുടങ്ങി. ഇത് കേട്ട് ഹീറോയും ഫ്രണ്ടും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നാൽ അവൾ തുടർന്നു. എന്നെ കണ്ടാൽ കൊലയാളിയെ പോലെ തോന്നുന്നുണ്ടോ? എൻ്റെ വീട് അവിടെ അടുത്താണ്, അന്ന് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് അവിടെ നിന്നത്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഫ്രണ്ടിന് സമാധാനമായത്. പ്രിയ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്. അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അമ്പലത്തിൽ വന്നിരിക്കുന്നു. അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് പ്രിയ അല്പം മാറിപ്പോകുന്നു. അപ്പോൾ ഒരു ദമ്പതികൾ ഹീറോയെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താ നിന്റെ വൈഫ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. പ്രിയ വരുന്നതിന് മുമ്പ് ഇവരെ പറഞ്ഞു വിടാൻ ഹീറോ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ പ്രിയ വന്ന് ഇവർ സംസാരിക്കുന്നത് കേട്ട ഉടനെ പ്രിയ ദേഷ്യത്തിലായി. എന്താ, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതാണോ? അപ്പോൾ എന്നോട് മറച്ചു വെച്ചിട്ടാണോ നിങ്ങൾ എന്നെ പ്രണയിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അവിടെ വെച്ചാണ് അവൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നത്. ജാനകി എന്നൊരു സ്ത്രീയെ നമ്മളെ കാണിക്കുന്നു. ഈ സ്ത്രീ ഹീറോയ്ക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതാ പാല് കുടിക്കും എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഹീറോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അവൾ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നു. ഓവർ ആക്ടിങ് നിർത്ത് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ആന്റി ഇവളോട് സംസാരിക്കാൻ വരുന്നു. ഇപ്പോൾ വരാം എന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവൾ ആന്റിയുടെ അടുത്തേക്ക് പോകുന്നു. ആന്റി, എന്താ മോളെ, നിങ്ങൾ താമസം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞില്ലേ? എപ്പോഴാ ഒരു സന്തോഷ വാർത്ത എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നു. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് അവൻ പ്രിയോട് ചോദിക്കുന്നു. സത്യത്തിൽ സത്യയ്ക്ക് സിനിമയിലും ജാനകിക്ക് അഭിനയത്തിലുമായിരുന്നു താല്പര്യം. രണ്ടുപേർക്കും താമസിക്കാൻ വീട് കിട്ടാതെ വന്നു. അപ്പോൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചാലോ എന്ന് കരുതിയാണ് അങ്ങനെ തുടങ്ങിയത്. ബാച്ചിലേഴ്സിന് ഇപ്പോൾ ആരും വീട് കൊടുക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അഭിനയിച്ചത്, അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കൂ എന്നവൻ പറയുന്നു. എന്നാൽ പ്രിയയ്ക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കറക്റ്റായി ജാനകിയുടെ ഫോൺ കോൾ വരുന്നു. അത് കണ്ട് പ്രിയ, നീ ആ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട് എന്ന് പറയുന്നു. അവനും സമ്മതിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ആ സമയം ജാനകിയുടെ അടുത്ത് വീട്ടുടമസ്ഥൻ ഉണ്ടായിരുന്നു. അയാളുടെ മുന്നിൽ കല്യാണം കഴിഞ്ഞ പോലെ അഭിനയിക്കണമല്ലോ. അതുകൊണ്ട് അവൾ, എനിക്ക് വരുമ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് വരുമോ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് പ്രിയ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ വന്ന ഹീറോ ജാനകിയെ ഒരുപാട് വഴക്ക് പറയുന്നു. നിന്നെ കൊണ്ട് എല്ലാം നശിച്ചു എന്ന് പറയുന്നു. ശരി, നീ അവളെ വീട്ടിലേക്ക് വിളിക്കുക, ഞാൻ സംസാരിക്കാമെന്ന് ജാനകിയും പറയുന്നു. അങ്ങനെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത വീട്ടിലെ ആന്റി അങ്ങോട്ടേക്ക് വന്നു. ഇവർ കപ്പിൾസ് ആണെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവരെ പറ്റി സംസാരിക്കുന്നു. പ്രിയെ കാണിച്ചത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പരിചയപ്പെടുത്തി. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഈ പ്രാവശ്യം വിശദീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ജാനകി പ്രിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. അവൻ പറഞ്ഞെല്ലാം സത്യമാണ്, ഞങ്ങൾ അഭിനയിക്കുക മാത്രമായിരുന്നു, നീ മനസ്സിലാക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവർ പറയുന്നത് സത്യമാണെന്ന് പ്രിയയ്ക്ക് മനസ്സിലായി. ഹീറോയോട് ദേഷ്യപ്പെട്ടതിന് അവൾ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ ഹീറോ അവനെ കുറിച്ച് പറയുന്നു. ഹീറോയ്ക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അത്യാവശ്യം പണക്കാരനായിരുന്നു. മകനെ വെച്ച് നമുക്ക് തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി സുഹൃത്തുക്കളുമായി ചേർന്ന് പ്ലാൻ ചെയ്തു. സിനിമ തുടങ്ങാനുള്ള ജോലികൾ നടക്കുമ്പോൾ അച്ഛൻ അസുഖം വന്നു. അതിനുവേണ്ടി എല്ലാ പണവും ചെലവായി. ഒടുവിൽ അച്ഛൻ മരിച്ചുപോയി. ആകെ ഉണ്ടായിരുന്നത് അച്ഛനായിരുന്നു. അദ്ദേഹവും പോയി എന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുന്നു. എങ്ങനെയെങ്കിലും സിനിമയിൽ വരണമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട പ്രിയ, നീ വിഷമിക്കേണ്ട, നിനക്ക് സപ്പോർട്ടായി ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നു. ജാനകി ഇപ്പോൾ ഇരുവരുടെയും ഫ്രണ്ടായി. അവർ ഒരു കഫേയിലിരുന്ന് കോഫി കുടിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ ഹീറോയിൻ പൈസ കൊടുക്കാൻ നോക്കി. വേണ്ട, ഞാൻ കൊടുത്തോളാം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യേ എന്ന് ജാനകി പറയുന്നു. ഇവർ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ജാനകി വന്നു. ഞാൻ ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞ് അവൾ ബൈക്കിൽ കയറി. നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്. ഒരു പ്രൊഡ്യൂസറെ കണ്ട് കഥ പറയാൻ വന്നിരിക്കുകയാണ്. കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഈ പടം ഓടാൻ സാധ്യതയില്ല. കാരണം ഇതിൽ കൊമേഴ്ഷ്യലായി ഒന്നുമില്ല. ഒരു കൊമേഴ്ഷ്യൽ കഥ കൊണ്ടുപോവാ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു. നിനക്ക് എഴുതാൻ ഞാൻ വേണമെങ്കിൽ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് തരാം, അവിടെ ഇരുന്ന് സമയം എടുത്ത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ഹീറോയും അത് സമ്മതിക്കുന്നു. അപ്പാർട്ട്മെന്റിലെ ആണുങ്ങളാണ് കൊല്ലപ്പെട്ടത്. പോലീസ് ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പാർട്ട്മെന്റിൽ നിന്ന് ആരൊക്കെ പോകുന്നു വരുന്നു എന്നെല്ലാം ചെക്ക് ചെയ്യുന്നു.
കട്ട് ചെയ്യുമ്പോൾ ഹീറോയുടെ ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നു. അവനും ഒരു പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അവൻ വിളിക്കുന്നു. എന്നാൽ വീട്ടുകാരെ എതിർത്ത് വരാൻ എനിക്ക് പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. ഇത് കേട്ട് ഹീറോ ദേഷ്യപ്പെടുന്നു. പ്രണയിക്കുമ്പോൾ വീട്ടിൽ എതിർപ്പുണ്ടാകുമെന്ന് നിനക്ക് അറിയില്ലായിരുന്നോ? അപ്പോൾ ചതിക്കാൻ വേണ്ടിയാണോ നീ അവനെ സ്നേഹിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പ്രിയയുടെ നേരെ തിരിഞ്ഞ് നാളെ നീയും ഇങ്ങനെ ചെയ്യുമോ പ്രിയ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് പ്രിയയ്ക്ക് വിഷമമായി. എന്നെ കണ്ടാൽ നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ശരി വാ, നമുക്കിപ്പോൾ തന്നെ കല്യാണം കഴിക്കാം എന്നവൾ പറയുന്നു. രണ്ടുപേരും അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ പ്രിയയുടെ അച്ഛന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്റെ മാനം കെടുത്തിയല്ലോ, ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത്, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് വാതിലടച്ച് മകളെ പുറത്താക്കി. രവി എന്ന പുതിയൊരു കഥാപാത്രത്തെ കാണിക്കുന്നു. പ്രൊഡ്യൂസർ ഒരു സ്ഥലം ഏർപ്പാട് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് രവിയുടെ വീടിന്റെ അടുത്താണ്. അയാൾ വന്ന് കീ ചോദിച്ചാൽ കൊടുത്തേക്കെന്ന് പ്രൊഡ്യൂസർ രവിയോട് പറഞ്ഞിട്ടുണ്ട്. രവിക്ക് 6 വയസ്സുള്ള ഒരു മകനും ഒരു കൈക്കുഞ്ഞുണ്ട്. ഭാര്യയ്ക്ക് കണ്ണു കാണില്ല. കോളിംഗ് ബെല്ല് കേട്ട് രവി വാതിൽ ഓർക്കുന്നു. ഹീറോയും ഹീറോയിനും കല്യാണം കഴിഞ്ഞ് താക്കോൽ വാങ്ങാൻ വന്നതാണ്. എന്നാൽ രവി പറയുന്നു പ്രൊഡ്യൂസർ അയച്ചതാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ വന്ന് താക്കോൽ വാങ്ങി. അവരും പുതുതായി കല്യാണം കഴിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാതെ താക്കോൽ കൊടുത്തു. എന്താ സാറി പറയുന്നത് എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിലേക്ക് പോയി നോക്കുന്നു. അവിടെ കല്യാണം കഴിഞ്ഞ പോലുള്ള ഒരു ദമ്പതികളുണ്ട്. നിങ്ങൾ ആരാണ് എന്നൊക്കെ ഇവർ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ ജോലിക്കാരൻ വന്ന് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിച്ചു, അതുകൊണ്ടാണ് ഇവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ശരി, അവരെ കൂട്ടിക്കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇവരെ അയക്കുന്നു. അങ്ങനെ ഇവർക്ക് വീട് കിട്ടി. ഇപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവർ സന്തോഷമായി സമയം ചെലവഴിക്കുന്നു. എന്തിനാണ് ഹീറോ വന്നതെന്ന് രവിക്ക് അറിയാലോ. കഥയൊക്കെ റെഡിയാക്കിയോ എന്ന് രവി ചോദിച്ചു. റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹീറോയും പറയുന്നു. രവി അവനെ കുറിച്ച് പറയുന്നു. അവനും വീട്ടുകാരെ എതിർത്താണ് കല്യാണം കഴിച്ചത്. ഒരുപാട് കാലം കുട്ടികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു മകനെ ദത്തെടുത്തു. അതിനുശേഷമാണ് ഭാര്യ ഗർഭിണിയായതും കുഞ്ഞ് ജനിച്ചതും. ആ കുഞ്ഞാണ് എന്റെ ഭാര്യയുടെ ജീവൻ എന്നൊക്കെ രവി പറയുന്നു. ഒരു ആക്സിഡന്റിലാണ് ഭാര്യയുടെ കാഴ്ച പോയതെന്നും ട്രീറ്റ്മെന്റ് എടുത്ത് ശരിയാക്കാൻ ശ്രമിക്കുകയാണെന്നും രവി പറയുന്നു. ഈ സമയം ഹീറോയിന്റെ അമ്മ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴും നിന്നോട് ദേഷ്യത്തിലാണ്, നിനക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്ന് അവളോടാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ഫോൺ വാങ്ങി എറിഞ്ഞുടയ്ക്കുന്നു. ഇതൊക്കെ ഈ വശത്ത് നിന്ന് ഹീറോയിൻ കേൾക്കുന്നുണ്ട്. ഹീറോയിൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഹീറോ കാര്യം തിരക്കുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ അവൾ പറയുന്നു. വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിച്ചതല്ലേ, കുറച്ചു കാലം ഇങ്ങനെയാവും, പതിയെ അവർ മനസ്സിലാക്കിക്കോളും എന്ന് ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നു. അടുത്തുള്ള രവിയുടെ വീട്ടിലെ ഭാര്യയുമായി ഹീറോയിൻ കൂട്ടായി. രവി ഹീറോയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ രവിയുടെ ഭാര്യ ഹീറോയിനോടും പറയുന്നു. ഹീറോയിനും അത് കേട്ട് വിഷമം തോന്നുന്നുണ്ട്. ഇവർ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായി. താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ഹീറോയിൻ ഹീറോയോട് പറയുന്നു. അത് കേട്ട് ഹീറോ ഒരുപാട് സന്തോഷിക്കുകയാണ്. അന്ന് രാത്രി സത്യയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പ്രിയയുടെ അമ്മയാണ് വിളിച്ചത്. ഞാൻ പ്രിയയ്ക്ക് ഫോൺ കൊടുക്കണോ എന്ന് ഹീറോ ചോദിച്ചു. വേണ്ട മോനെ, ഞാൻ നിന്നോട് സംസാരിക്കാനാണ് വിളിച്ചത്. പ്രിയ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞത് കേട്ടല്ലോ എന്ന് അമ്മ ചോദിച്ചു. സത്യത്തിൽ അവൻ സന്തോഷത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ട എന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. ഭാര്യ അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും. ദൈവം തരുമ്പോൾ അത് വാങ്ങണം, ഇപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് വേണമെന്ന് തോന്നുമ്പോൾ കിട്ടാതെ വരും എന്നൊക്കെ അമ്മ ഉപദേശിക്കുന്നു. അവനും ഓക്കെ എന്ന് പറയുന്നു. അവൻ ഭാര്യയോട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഭാര്യ ഇപ്പോഴും ദേഷ്യത്തിലാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്, നമുക്ക് കുഞ്ഞിനെ സ്വീകരിക്കാമെന്ന് അവൻ പറയുന്നു. കരിയറിൽ ഇതുവരെ ഒന്നും ആകാത്തതുകൊണ്ടാണ് അവൻ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചത്. എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസറെ ഓക്കെ ആക്കണം, അയാൾക്ക് വേണ്ട കഥ എഴുതണം എന്ന വാശിയിൽ അവൻ കഥ എഴുതുകയാണ്. ആ സമയം രവി അവിടേക്ക് വരുന്നു. കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ ഉണ്ടാവുമെന്ന് കരുതി അവരില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അവൾ ഇന്ന് ജോലിക്ക് പോയി എന്ന് ഹീറോ പറയുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി ഡോക്ടറെ കാണാൻ പോവാണ്, കുഞ്ഞിനെ ആരെങ്കിലും നോക്കണം, അതിനാണ് വന്നത്, നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ എന്ന് രവി ചോദിച്ചു. അതിനെന്താ, 2 മണിക്കൂറല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോ സമ്മതിക്കുന്നു. സത്യ കുഞ്ഞിനെ സോഫയിൽ കിടത്തുന്നു. രവി കുഞ്ഞിനുള്ള പാലും കൊടുത്തിട്ടാണ് പോകുന്നത്. സത്യ കഥ എഴുതാൻ തുടങ്ങുന്നു. സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് കഥ എഴുതുന്നത്. ഈ സിഗരറ്റ് വലി കുഞ്ഞിനെ ബാധിക്കുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ വിളിക്കുന്നുണ്ട്. എന്താ, കഥ റെഡിയായോ എന്ന് ചോദിച്ചു. ഇതുവരെ ഇല്ല എന്ന് ഹീറോ പറഞ്ഞു. ഇതുവരെ ആയില്ലേ, പിന്നെ എന്തിനാ നീ അവിടെ ഇരിക്കുന്നത്, വേറെ വല്ല സ്ഥലം നോക്കിക്കോ, വേറെ പ്രൊഡ്യൂസറെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. വേറെ പ്രൊഡ്യൂസർമാരോട് സംസാരിച്ചാലോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. നേരത്തെ കഥ പറഞ്ഞിരുന്നവരെ വിളിച്ചു നോക്കുന്നു. എല്ലാവരും ആ കഥ ശരിയാകില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നു. നിരാശനായ അവൻ വീണ്ടും വീണ്ടും സിഗരറ്റ് വലിക്കുന്നു. അത് ആ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് പാല് കൊടുക്കാനായി അവൻ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ കുഞ്ഞിന് അനക്കമില്ല. എന്താ അനക്കമില്ലാത്തത് എന്ന് അവൻ ഭയക്കുന്നു. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതി ഇറങ്ങുന്നു. സത്യ ഷോക്കാവുന്നത് കാണിച്ച് സിനിമയുടെ ഇന്റർവെൽ ആവുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു. ആദ്യം ഭാര്യയെ വിളിച്ച് കാര്യം പറയാമെന്ന് കരുതി പ്രിയയെ വിളിക്കുന്നു. പ്രിയ ആ സമയം ഒരു മീറ്റിംഗിലായിരുന്നു. ആദ്യം കോള് കട്ട് ചെയ്തു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. പ്രിയയുടെ ബോസ് ദേഷ്യപ്പെട്ടു. സോറി സാർ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കോള് കട്ട് ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞ് അവൾ തിരിച്ചു വിളിച്ചു. ഒരു തവണ കട്ട് ചെയ്താൽ മനസ്സിലാവില്ലേ എന്ന് ദേഷ്യപ്പെട്ടു. പ്രിയ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് അവൻ പറയുന്നു. എന്ത് പറ്റിയെന്ന് പ്രിയ ഷോക്കാവുന്നുണ്ട്. എനിക്കറിയുന്ന ഒരു ലേഡി ഡോക്ടർ ഉണ്ട്, ഞാൻ സംസാരിക്കാം, നീ വേഗം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ എന്നവൾ പറയുന്നു. അവൻ കുഞ്ഞിനെ എടുത്ത് നടക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് എതിരെ ആരോ വന്നത്. അത് പ്രിയയുടെ അങ്കിളായിരുന്നു. അദ്ദേഹത്തിന് ഇവരെ അറിയാം. എന്താ തമ്പി, എവിടെ പോകുന്നു, കയ്യിൽ കൈക്കുഞ്ഞാണല്ലോ എന്ന് ചോദിച്ചു. അവൻ നടന്ന പ്രശ്നങ്ങളെല്ലാം അങ്കിളിനോട് പറഞ്ഞു. രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു.
പ്രിയ നേരത്തെ ഡോക്ടറോട് സംസാരിച്ചു വെച്ചിരുന്നു. 3 പേരും അവിടെ എത്തി കുഞ്ഞിനെ ഡോക്ടറെ ഏൽപ്പിക്കുന്നു. വേഗത്തിൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. എന്താകുമോ എന്തോ എന്ന ടെൻഷനിൽ 3 പേര് ഇരിക്കുന്നു. ആവശ്യമുള്ള മരുന്നെല്ലാം സത്യമാണ് വാങ്ങി നൽകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവൻ രവിയെ അവിടെ കാണുന്നത്. രവി ഡോക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞത് ഈ ഹോസ്പിറ്റലായിരുന്നോ എന്നവൻ ഞെട്ടുന്നു. അവന്റെ കണ്ണിൽ പെടരുത് എന്നവൻ മറ്റുള്ളവരോട് പറയുന്നു. 3 പേരും ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. വീണ്ടും മരുന്ന് വാങ്ങാൻ വരുമ്പോഴാണ് അവൻ അവിടെ ജാനകിയെ കാണുന്നത്. ജാനകിക്ക് സുഖമില്ലാതെ പോലീസ് കൊണ്ടുവന്നതാണ്. ജാനകി, നീ എന്താ ഇവിടെ എന്നവൻ ചോദിച്ചു. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നില്ലേ, അതിന് കാരണം ഈ പെൺകുട്ടിയാണ്. ഹീറോ ഞെട്ടിപ്പോയി. അപ്പോഴാണ് ജാനകി ചെയ്ത കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. അന്ന് ബില്ല് ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് ജാനകി പറഞ്ഞിരുന്നല്ലോ. ബില്ല് തന്നയാൾ അതിലെന്തോ എഴുതി വെച്ചിരുന്നു. അടുത്ത കൊലപാതകം എപ്പോൾ ചെയ്യണം എന്നായിരുന്നു അത്. ഇവർ അത് സമ്മതിക്കുന്നു. ഇവർ നേരത്തെ ഒരാളെ സെഡ്യൂസ് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളെ മയക്കുമരുന്ന് കൊടുത്ത് വീക്കാക്കിയ ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പ്രിയയുടെ അച്ഛനായി കാണിച്ചയാൾ ഒരു ആർക്കിടെക്ട് ആയിരുന്നല്ലോ. അദ്ദേഹവും ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു. ഇവനെ ഈ സമയം തീർക്കണം എന്നൊക്കെ ഇവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. ഇവർ നേരത്തെ തന്നെ ഈ പയ്യന്മാരുമായി അടുപ്പത്തിലായി അവരെ ലോക്ക് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മുഖം മറച്ച പെൺകുട്ടി പോയെന്ന് പോലീസ് പറഞ്ഞത് ജാനകിയെ കുറിച്ചിട്ടായിരുന്നു. പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് പരിക്ക് പറ്റി. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ജാനകി കൊലയാളിയോ, അതും പ്രിയയുടെ അച്ഛനും ഇതിൽ പങ്കുണ്ടോ എന്നവൻ ചിന്തിക്കുന്നു. ഇവിടെയാണ് ഒരു കാര്യം വെളിവാവുന്നത്. പ്രിയയുടെ അച്ഛൻ ഒരു വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി ആ വക്കീലിനെ കാണാൻ വരുന്നു. സാർ, അവർക്ക് ശിക്ഷ വാങ്ങി തരണം എന്ന് പറയുന്നു. ജാനകിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവളെ 3-4 പേർ ചേർന്ന് റേപ്പ് ചെയ്തു കൊന്നു. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് വക്കീലിനെ സമീപിക്കുന്നത്. അതൊന്നും നടക്കില്ലെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു. അവരൊക്കെ വലിയ ആൾക്കാരാണ്. നിയമപരമായി അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ. നിനക്കൊരു ജീവിതമുണ്ട്, അതിൽ ശ്രദ്ധിക്കുക എന്ന് വക്കീൽ ഉപദേശിച്ച് അയക്കുന്നു. ഇതെല്ലാം പ്രിയയുടെ അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി സങ്കടത്തോടെ പോകുന്നത് കണ്ട് അദ്ദേഹത്തിന് വിഷമായി. അദ്ദേഹം പുറത്തു വെച്ച് ആ പെൺകുട്ടിയെ കാണുന്നു. നീ സംസാരിച്ചെല്ലാം ഞാൻ കേട്ടുമോളെ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്കും ഒരു മകളുണ്ട്. ഇതിന് കാരണക്കാരായവരെ നമ്മൾ വെറുതെ വിടരുത്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് പറയുന്നു. സാർ, അവരെ എല്ലാവരെയും കൊല്ലണം, അതിന് എന്നെ സഹായിക്കാമോ എന്ന് ജാനകി ചോദിച്ചു. തീർച്ചയായും എന്ന് അദ്ദേഹവും സമ്മതിച്ചു. അന്നു മുതലാണ് ഇവർ 2 പേരും ചേർന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോരുത്തരെയായി കൊന്നു. ജാനകിയാണ് കൊല ചെയ്യുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. അവർ ഒരു ലേഡി കോൺസ്റ്റബിളിനെ ജാനകിയുടെ ഫ്രണ്ടായി അയച്ചു. ആ ഫ്രണ്ട് ജാനകിയുമായി അടുത്തു. ജാനകി പ്രിയയുടെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇവർ കൊലപാതകമാണ് ചെയ്യുന്നതെന്ന് ആ ലേഡി കോൺസ്റ്റബിളിന് മനസ്സിലായി. അവർ പോലീസിനെ വരുത്തി ജാനകിയെ പിടിപ്പിച്ചു. അങ്ങനെയാണ് ജാനകി പിടിയിലായത്. പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പരിക്കേറ്റത്. ജാനകി പിടിയിലായ ഉടനെ പ്രിയയുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീട്ടിലേക്ക് വന്നു. ഭാര്യയോട് കാരണം പോലും പറയാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതാണ് നടന്നതെന്ന് പോലീസ് ഹീറോയോട് പറഞ്ഞിട്ട് പോകുന്നു. ഇവൻ ഇത് ഹീറോയിനോട് പറയാൻ നിൽക്കുമ്പോൾ അമ്മയുടെ കോൾ വരുന്നു. അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, എന്തിനാണെന്ന് അറിയില്ല എന്ന് അമ്മ പറയുന്നു. അപ്പോൾ ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതിനാണോ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അച്ഛൻ ഇതിനെ സപ്പോർട്ട് ചെയ്തോ എന്ന് പ്രിയയ്ക്ക് ഷോക്കാവുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നു. ക്ഷമിക്കണം, ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടി. ഇനി എങ്ങനെ രവിയെ സമാധാനിപ്പിക്കും എന്നവർ ഭയക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ഐഡിയ വരുന്നു. ഹീറോയും ഹീറോയിനും മുൻപ് ഒരു അനാഥാലയത്തിൽ പോയിരുന്നു. അവിടെ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് രവിയുടെ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കും. പകരം ആ കുഞ്ഞിനെ കൊടുത്താലോ എന്നവൻ ചോദിക്കുന്നു. കണ്ടുപിടിക്കില്ലേ എന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. സാധാരണ അമ്മമാരാണ് കണ്ടുപിടിക്കുന്നത്. അമ്മയ്ക്ക് കണ്ണു കാണില്ലല്ലോ, പ്രശ്നം വരില്ല, നമുക്കിത് ചെയ്യാം എന്നവൻ പറഞ്ഞു. പ്രിയയും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രിയയ്ക്ക് രവിയുടെ ഭാര്യയുടെ കോൾ വരുന്നത്. അവർ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കുഞ്ഞ് വീട്ടിലില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ ഹസ്ബൻഡ് ഒരു ജോലിയുടെ കാര്യത്തിനായി പുറത്തു പോയപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോയി, വരുമ്പോൾ തരും എന്ന് പ്രിയ നുണ പറഞ്ഞു. ശരിയെന്ന് ആ ലേഡി സമ്മതിച്ചു. ഇവർ 2 പേരും വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ ഹീറോ ഒരുപാട് സിഗരറ്റ് വലിച്ചിട്ടിരിക്കുന്നത് കാണുന്നു. ഇത്രയും സിഗരറ്റ് വലിച്ചോ, അതും കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചാണോ എന്ന് പറഞ്ഞ് പ്രിയ വഴക്കിടുന്നു. അപ്പോൾ രവിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു. അദ്ദേഹം വന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ മാത്രമേ വന്നുള്ളൂ, സത്യം വന്നില്ല എന്ന് പ്രിയ നുണ പറയുന്നു. അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. ഈ ലേഡി ഇടയ്ക്കിടെ വരുന്നുണ്ടല്ലോ, ഇനി എങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരും എന്ന് സത്യ ചിന്തിക്കുന്നു. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വാങ്ങാൻ വരാൻ ഫ്രണ്ടിനോട് പറയുന്നു. എന്നാൽ ഫ്രണ്ട് പറയുന്നുണ്ട് അവിടെ ഒരുപാട് ലീഗൽ പ്രോസസ്സ് ഉണ്ട്, അങ്ങനെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഹീറോ അവിടുത്തെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, പ്ലീസ് എന്ന് കെഞ്ചി ചോദിക്കുന്നു. ശരിപ്പാ, ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് അയാൾ സമ്മതിക്കുന്നു. ഈ സമയം പ്രിയയുടെ അങ്കിൾ കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണമടങ്ങിയ റിപ്പോർട്ടുമായി വരുന്നു. നീയാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനോ എന്ന് ഹീറോ ഷോക്കായി. അതെ, നീ സിഗരറ്റ് വലിച്ച് ആ കുഞ്ഞിനെ കൊന്നു. നീ വലിച്ച സിഗരറ്റിന്റെ പുകയേറ്റാണ് ആ കുഞ്ഞു മരിച്ചത് എന്ന് പറഞ്ഞ് അങ്കിൾ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ചില റിപ്പോർട്ടുകൾ നമ്മെ കാണിക്കുന്നത്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് വെച്ച് സിഗരറ്റ് വലിക്കാറുണ്ട്, അതുമൂലം ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക എന്ന് നമ്മളോട് ഉപദേശിക്കുന്നു. ഈ അങ്കിൾ റിപ്പോർട്ട് വാങ്ങാൻ ക്യാൻറ്റീനിൽ ഇരുന്നപ്പോൾ ഒരു അച്ഛനെയും മകനെയും കണ്ടിരുന്നു. അച്ഛന് മകനോട് വലിയ സ്നേഹമാണ്. മകൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ നോക്കുമ്പോൾ അതൊന്നും പാടില്ല, ഹെൽത്തിയായ ജ്യൂസ് കുടിക്കണമെന്ന് അച്ഛൻ പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന അയാൾ മകന്റെ അടുത്ത് വെച്ച് തന്നെ സ്മോക്ക് ചെയ്യുന്നു. ഇത് കണ്ട അങ്കിൾ, മകനോട് വലിയ സ്നേഹമാണല്ലോ, പക്ഷെ നിങ്ങൾ തന്നെ അവനെ കൊല്ലും എന്ന് തോന്നുന്നു.
കുട്ടികളുടെ അടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യരുത് എന്നും പറയുന്നു. അത് കേട്ട് ആ അച്ഛൻ സിഗരറ്റ് താഴെ ഇടുന്നു. നമ്മൾ കുഞ്ഞിനെ മാറ്റി കൊടുത്താലും നിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞ് മരിച്ചു, ആ കുറ്റബോധത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അങ്കിൾ ചോദിക്കുന്നു. ഇത് കേട്ട് ഹീറോ ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. കുറച്ചു കഴിഞ്ഞ് രവിയും കുഞ്ഞിനെ വാങ്ങാനായി വരുന്നു. കുഞ്ഞിനെ കൊടുക്കാൻ നേരം ഹീറോയ്ക്ക് കുറ്റബോധം തോന്നി. സത്യങ്ങളെല്ലാം പറയാമെന്ന് കരുതി രവിയുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് എല്ലാ സത്യങ്ങളും പറയുന്നു. ഇത് കേട്ട് രവിക്ക് താങ്ങാനായില്ല. അവൻ ആകെ ഷോക്കായി. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് അവൻ സങ്കടപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞിന് ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. എന്താ നീ പറയുന്നത് എന്ന് ഹീറോ ഷോക്കാവുന്നു. ഇവിടെയാണ് അവർ ഒരു ഫ്ലാഷ് ബാക്ക് റിവീൽ ചെയ്യുന്നത്. സത്യത്തിൽ ഹീറോ പോയതിനു ശേഷം ഡോക്ടർ പുറത്തു വന്നിരുന്നു. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പൂർണ്ണമായും നിലച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നു. ഇത് അത്ഭുതമാണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇവർ ഹീറോയോട് പറയാൻ നോക്കിയപ്പോൾ പ്രിയ തടഞ്ഞു. അങ്കിൾ, അവനോട് പറയരുത്. സത്യയെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ മാറ്റാൻ നമുക്കിത് ഉപയോഗിക്കാം എന്ന് പ്രിയ പറയുന്നു. ശരി മോളെ, നീ പറയുന്ന പോലെ ചെയ്യാം എന്ന് അങ്കിൾ സമ്മതിച്ചു. അപ്പോൾ അങ്കിൾ വഴക്ക് പറഞ്ഞെല്ലാം ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട ഹീറോ ഇനിമേൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു. രവി ആ അനാഥാലയത്തിലെ കുഞ്ഞിനെ ഭാര്യയുടെ അടുത്ത് കൊടുക്കുന്നു. ഭാര്യയ്ക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചറിയില്ല. ഇപ്പോൾ രവി തന്റെ യഥാർത്ഥ കുഞ്ഞിനെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. കുഞ്ഞിപ്പോൾ ഓക്കെയാണ്, വൈകുന്നേരം കൂട്ടിക്കൊണ്ടു പോകാം എന്ന് ഡോക്ടറും പറയുന്നു. ഇതൊരു കഥയാക്കിയാലോ എന്ന് ഹീറോയ്ക്ക് ഒരു ഐഡിയ വരുന്നു. ഹീറോ പ്രൊഡ്യൂസറോട് ഈ കഥ പറയുന്നു. പ്രൊഡ്യൂസർക്ക് കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 പ്രൊഡ്യൂസർമാർ ചേർന്ന് സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഹീറോയെ വിളിച്ച് ജാനകി അവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. ജാനകി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വൈഫിനെ കാണാൻ വരാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങളുടെ വൈഫും ജാനകിയും എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു. ഇയാളെന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് ഹീറോ ഷോക്കാവുന്നു. ഈ സമയം പ്രിയ ജാനകിയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവിടെ പോയി വിളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യ വരുന്നത് കണ്ട് അവൾ ഫോൺ പെട്ടെന്ന് മറച്ചു വെച്ചു. നീ ജാനകിയോടല്ലേ സംസാരിച്ചത്, എന്താ ഇവിടെ നടക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. അപ്പോഴാണ് ഭാര്യ ചില കാര്യങ്ങൾ പറയുന്നത്. അച്ഛൻ ജാനകിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രിയയും അതിൽ സപ്പോർട്ടായിരുന്നു. അവൾ രാത്രി മുഖം മറിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നത് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു. അച്ഛനും മകളും ചേർന്നാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അച്ഛൻ വഴക്ക് പറഞ്ഞതൊക്കെ അഭിനയമായിരുന്നു. ജാനകിയുടെ പ്ലാൻ അനുസരിച്ച് 4 പേരെ കൊല്ലണമായിരുന്നു. 3 പേരെ കൊന്നിരുന്നു. ഇപ്പോൾ 4ാമത്തെ ആളെ കൊല്ലാൻ വേണ്ടിയാണ് അവൾ രക്ഷപ്പെട്ടത്. ഇപ്പോഴവൾ അവനെയും കൊന്നിട്ടുണ്ടാവും എന്ന് പ്രിയ പറയുന്നു. പ്രിയയുടെ അച്ഛൻ സഹായത്തിനായ ഒരാളെ കൂടെ കൂട്ടിയിരുന്നു. അയാളാണ് പോലീസിനോട് ഇവരാണ് കൊല ചെയ്യുന്നത് എന്ന് ഒറ്റിക്കൊടുത്തത്. അതുകൊണ്ടാണ് ജാനകി പിടിക്കപ്പെട്ടത്. ഇപ്പോൾ രക്ഷപ്പെട്ട ജാനകി അടുത്ത കൊലയും ചെയ്തു. എന്നിട്ട് പോലീസുമായി കോംപ്രമൈസ് ചെയ്യാൻ വരുന്നു. ഞാൻ എന്തിനാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഒരുപാട് പണം തരാം, എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നും പറയുന്നു. ആ പോലീസുകാരൻ പണം വാങ്ങി അതിന് സമ്മതിക്കുന്നു. ജാനകിയെ വിട്ടയച്ചപ്പോൾ ഇൻസ്പെക്ടറോട് കോൺസ്റ്റബിൾ ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. നിയമപ്രകാരം ആ പെൺകുട്ടി ചെയ്തത് നമ്മളാണ് ചെയ്യേണ്ടിയിരുന്നത്. കുറഞ്ഞ പക്ഷം അവന്മാരെ അറസ്റ്റെങ്കിലും ചെയ്യണമായിരുന്നു. അതുപോലും നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ, പിന്നെന്താ ഫ്രീ ആയി വിട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒരു ലൈക്കും കൂടി തരാൻ മറക്കണ്ട. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.